ആലപ്പുഴ ചത്തിയറ തെക്കേത്തളത്തിൽ ക്ഷേത്രത്തിൽ വല്യച്ഛൻ പൂജ ഭക്തിസാന്ദ്രമായി. ഏത്തക്കുലകളും വെറ്റിലയടുക്കും കരിക്കും അടങ്ങുന്ന അപൂർവ വഴിപാടാണ് ഭക്തർ വല്യച്ഛന് സമർപ്പിക്കുന്നത്. താമരക്കുളം ചത്തിയറ ദേശത്തുകാർക്ക് ദൈവിക സങ്കല്പമായ തെക്കേത്തളത്തിൽ വല്യച്ഛനുള്ള പൂജയാണ് ശക്തികുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നത്. ഏത്തക്കുലകളും വെറ്റിലയടുക്കും കരിക്കും അടയുമാണ് ദേശവാസികൾ വല്യച്ഛന് നിവേദിച്ചു വരുന്നത്. കായംകുളം രാജാവിന്റെ സാമന്തപ്രഭുവായിരുന്ന കൊട്ടക്കാട്ടുതാനായിരുന്നു ചത്തിയറ ദേശത്തിന്റെ ഉൾപ്പെടെ ഭരണച്ചുമതല. കൊട്ടക്കാട്ടുതാന്റെ കാര്യസ്ഥനായിരുന്നു തെക്കേത്തളത്തിൽ വല്യച്ഛൻ. അദ്ദേഹത്തിന്റെ അമാനുഷിക കഴിവുകൾ ബോധ്യപ്പെട്ട ദേശക്കാർ ചത്തിയറ ക്ഷേത്രാങ്കണത്തിൽ തന്നെ ക്ഷേത്രം നിർമ്മിച്ചാണ് വല്യച്ഛന് പൂജ നടത്തി വരുന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ഭക്തർ ആയിരക്കണക്കിന് ഏത്തക്കുലകളാണ് പൂജയ്ക്കായി കൊണ്ടുവരുന്നത്. ക്ഷേത്രതന്ത്രി വൈക്കം നാഗമ്പൂഴിമന ഹരിഗോവിന്ദൻ നമ്പൂതിരി പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൂജകൾക്ക് ശേഷം കുലകളടക്കമുള്ള വഴിപാട് സാധനങ്ങൾ തിരികെ നൽകുന്നതോടൊപ്പം ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന വഴിപാടായ അടയും ഭക്തർക്ക് നൽകി വരുന്നു. ഇക്കുറിയും ആയിരക്കണക്കിന് ഭക്തരാണ് പൂജാ ചടങ്ങിനെത്തിയതെന്ന് ക്ഷേത്രതന്ത്രി പറഞ്ഞു. താമരക്കുളം ചത്തിയറ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ തെക്കേത്തളത്തിൽ വല്യച്ഛൻ പൂജ അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. മകരമാസം 2ാമത്തെ ചൊവ്വാഴ്ച ഇവിടെ നിത്യസാന്നിധ്യം കൊള്ളുന്ന വല്യച്ഛൻ്റെ അനുഗ്രഹത്തിനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്ന് നേന്ത്രക്കുലകളും കരിക്ക്, പഴം തുടങ്ങിയ വിവിധ നിവേദ്യ വസ്തുക്കളുമായിട്ട് ഇവിടെ വന്ന് ദേവൻ്റെ പൂജയിൽ പങ്കെടുത്ത് എല്ലാവരും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. നാൾക്കുനാൾ വളരെയധികം തിരക്കുകൾ കൂടി വരികയാണ്. എല്ലാവർക്കും ശ്രീ ഭുവനേശ്വരിയുടെയും തെക്കേത്തളത്തിൽ വല്യച്ഛൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ വിജയകുമാർ, സെക്രട്ടറി വി രാമചന്ദ്രക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് സരസൻ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ എസ് പ്രീത, കൃഷ്ണപ്രസാദ്, മേൽശാന്തി പ്രജിത്ത്, ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.